വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നാം അനുസ്മരിക്കുന്നത് വിത്തുകളെ പ്രതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ. മൂവാറ്റുപുഴ ഭദ്രാസന സ്ഥാപന ദിനം. നമ്മുടെ വിചിന്തന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഇടയന്മാരുടെ സന്ദർശനം. യേശുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത ലഭിച്ചത് സമൂഹത്തിലെ 2 കൂട്ടർക്കാണ്. 1 ജ്ഞാനികൾ, എല്ലാം അറിയാവുന്നവർ. 2 ഇടയന്മാർ, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ. യഹൂദ സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ളവരായിരുന്നില്ല ഇടയന്മാർ. എല്ലാവർക്കും ബലിയർപ്പിക്കാൻ ആടുകളെ കൊടുത്തപ്പോഴും അവർക്ക് ബലിയർപ്പണം അപ്രാപ്യമായിരുന്നു. വയലിലും വഴിയോരങ്ങളിലും മലയിടുക്കുകളിലും അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടവർ. എന്തുകൊണ്ടാണ് അനേകം തലമുറകളായി ഇസ്രായേൽ ജനം കേൾക്കാൻ കൊതിയോടെ കാത്തിരുന്ന രക്ഷകന്റെ ജനന വാർത്ത സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ഇടയന്മാരിലേക്ക് പോയത്? യേശുവിൻ്റെ രക്ഷാകര ദൗത്യം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ നിന്നും ദൈവം ആരംഭിക്കുന്നു. ദൈവ സന്ദേശം സ്വീകരിക്കാൻ ഒരുക്കമുള്ള സാധാരണക്കാരൻ്റെ പ്രതീകമാണ് ഇടയന്മാർ. ഏതു കൊട്ടാരവാസിയാണ്, ഇസ്രായേലിലെ ഏതു പ്രമാണിയാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ശിശുവിൽ ദൈവപുത്രനെ കാണാൻ തയ്യാറാവുക? പുൽക്കൂട്ടിൽ മുട്ടുമടക്കി കുനിഞ്ഞു കയറാനുള്ള പരിചയം ഇടയനുണ്ട്. കാലിക്കൂട്ടിലെ ദൈവത്തെ കൊട്ടാരത്തിലെ വിശാല വാതിലിലൂടെ മാത്രം കയറി ഇറങ്ങുന്നവരുടെ കണ്ണുകൾക്ക് ദൃശ്യമാവില്ല. മുട്ടുകുത്താൻ മനസ്സുള്ളവർക്കെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ദൈവം തൻ്റെ രക്ഷ താഴെത്തട്ടിൽ നിന്നും ആരംഭിക്കുന്നു. താഴ്മയുള്ളവരും സാധാരണക്കാരുമായ ആളുകളെ ഉപയോഗിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ അടയാളം ലാളിത്യമാണ്. ഒരു പുൽക്കുടിലിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരും ആ പ്രകാശത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടവരുമാണ് നാം. ഇടയന്മാരെ പോലെ നമ്മുടെ ലോകത്തു നിന്നും പുറത്തിറങ്ങി ദൈവം ആയിരിക്കുന്നിടത്തേക്ക് നമുക്കും യാത്ര ചെയ്യാം.